പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ അനാവശ്യ റെസ്റ്റും മരുന്നുകളൊക്കെ ഒഴിവാക്കേണ്ട കാര്യത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ തേച്ച് കുളിക്കാവോ, ഈ ചുടുവെള്ളത്തിൽ വേത് കുളിക്കാവോ എന്നൊക്കെ. ഒന്നേ പറയാറുള്ളൂ, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊരു എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്ത് വന്ന്, അല്ലെങ്കിൽ ഒരു ദൂരയാത്രയൊക്കെ പോയി വന്നിട്ട് നല്ല ചൂടുവെള്ളത്തിൽ മസാജൊക്കെ കിട്ടി ഒരു കുളിയൊക്കെ പാസ്സാക്കി കഴിയുമ്പോൾ എന്ത് ഫീൽ വരും? ആഹാ, അത്രേ ഇവിടെയും പറയാനുള്ളൂ. പ്രഗ്നൻസി, ഡെലിവറി ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു സ്ത്രീയുടെ പെൽവിക് മസിൽ, ലിഗമെന്റ്സ്, ജോയിന്റ്സ്, സ്പൈൻ എല്ലാത്തിനും നല്ല സ്ട്രെയിൻ ഉണ്ടായി കാണും. ഇനി പ്രസവം കഴിഞ്ഞ 6 ആഴ്ച വെറുതെ കിടന്ന് ഈ മസിൽസിനൊക്കെ റെസ്റ്റ് കൊടുത്താലും കാര്യമില്ല, അത് കൂടുതൽ സ്റ്റിഫ് ആവുകയുള്ളൂ. സോ ഇതിനൊക്കെയുള്ള പോംവഴിയാണ് നല്ല മസാജും സ്ട്രെച്ചിങ്ങും ഒക്കെ കിട്ടി ചുടുവെള്ളത്തിൽ കുളിക്കുന്നതും ബോഡി കെയർ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതും ശരീരം അനങ്ങുന്നതും. എന്നാൽ പലരും ഇന്ന് ഈ ട്രീറ്റ്മെന്റിനൊക്കെ പോകുന്നതും ചെയ്യുന്നതും ഒക്കെ പലതരം തെറ്റിദ്ധാരണകൾ വെച്ചിട്ടാണ്. അതിൽ ഒന്ന്, നല്ല തിളച്ച ചൂടുള്ള വെള്ളത്തിലാണ് വേത് കുളിക്കേണ്ടതെന്നും അങ്ങനെ വയറ്റിൽ ഒഴിച്ചാൽ മാത്രമേ വയറ് ചുരുങ്ങൂ എന്നുള്ളതാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ചൂടുവെള്ളത്തിൽ മാത്രം കുളിച്ചാൽ മതി. പിന്നെ ഈ ചൂടുവെള്ളവും ഫാറ്റ് ബേൺ ചെയ്ത് വയറ് ചുരുങ്ങുന്നു എന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇനി 2, ഇങ്ങനെ കുളിച്ചാൽ ഇത് ജീവിതകാലം മുഴുവൻ നടുവേദനയിൽ നിന്ന് രക്ഷയാണ്? ഒരിക്കലുമല്ല. നേരത്തെ പറഞ്ഞ പോലെ ആ സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കുള്ള കെയർ ആൻഡ് ക്യൂർ മാത്രമാണിത്. ജീവിതകാലം മുഴുവൻ നടുവേദന വരാതിരിക്കാൻ ഈ 6 ആഴ്ചത്തെ എഫേർട്ടൊന്നും പോരാ. ഞാൻ കേട്ടിടത്തോളം ഭാവിയിൽ ശരീര പ്രശ്നങ്ങൾ വരുമ്പം അത് നേരത്തെ പ്രസവരക്ഷ ചെയ്യാഞ്ഞിട്ടാണ് എന്നുള്ള പഴി കേൾക്കുമെന്ന് പേടിച്ചിട്ടാണ് പലരും ഇത്തരം കാര്യങ്ങൾക്കായിട്ട് പണം ചെലവാക്കാറ്. ഇതിനുള്ള മനസ്സും ആഗ്രഹവും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ ഉള്ളവർക്ക് ഇത് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അവരെടുക്കട്ടെ. ബട്ട് ഇതില്ലെങ്കിൽ ജീവിതം പോയി എന്ന് പേടിച്ചിട്ട് ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കി ഇതിന് പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു പഠനങ്ങളും ഇത് ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടാണെന്ന് തെളിയിച്ചിട്ടുമില്ല.